നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ഒരു ചിക്കൻ ഷവർമ ഉണ്ടാക്കി വെക്കാം. ബാ, നമ്മളിവിടെ ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേണേ. നമുക്കത് സ്ലൈസ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കൊടുക്കണേ. സ്ലൈസ് ആക്കി വെച്ചേ ചിക്കൻസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ ഞങ്ങൾ എന്നും റിലേഷനിലായ ടൈമില് വൈകുന്നേരം കാണാൻ പോകുമ്പോ കഴിച്ചോണ്ടിരുന്നാണ് ഷവർമ. അത് അത്ര ടേസ്റ്റിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം യുകെയിൽ ഇപ്പൊ ഷവർമ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാ, നാട്ടിൽ അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുന്നതായിരുന്നു നല്ല. നമുക്ക് ഇനി ഇതിലേക്ക് മസാല ഇടാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കാശ്മീരി ചില്ലി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയതാണ്, അതിട്ട് കൊടുക്കാം. ഒരു ലെമണിന്റെ ഹാഫ് സ്ക്യൂസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. യോഗോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കൊരു ഷവർമ സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മളിവിടെ ഒനിയന്റെ ഒരു ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷവർമ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പയ്യെ ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. പയ്യെടുത്ത് വെക്കണേ. നമുക്കപ്പോ എയർ ഫ്രയറിൽ ഒരു 20 minutes. അപ്പൊ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ടി നമ്മൾ വെജീസ് ആയിട്ട് ക്യാബേജും ക്യാരറ്റും ഒരു ടൊമാറ്റോ ഹാഫ് ഒനിയനും എടുത്തിട്ട് നമുക്ക് ഇത് ഫൈൻ ചോപ്പായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ ഷവർമ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാതെ കണ്ടില്ല. നമുക്ക് ഇങ്ങനെ സ്റ്റിക്കിൽ വെച്ച് ചെയ്താൽ നമ്മൾ ഹോട്ടലുകാർ സ്ലൈസ് ചെയ്തെടുക്കണമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഷവർമയുടെ മിക്സ് റെഡിയാക്കാം. ഒരു പാത്രം എടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.